ഉബുണ്ടു ജാലയത്തിന് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SSLC 2026 രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ക്ലാസ് ടീച്ചേഴ്സിൻ്റെ ലോഗിനിൽ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നൽകിയിരിക്കുന്ന യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് പ്രവേശിക്കുക. സ്കൂൾ കോഡ് _ ഡിവിഷൻ എന്നുള്ള ആ ഒരു യൂസർ നെയിം ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിലേക്ക് പ്രവേശിക്കേണ്ടത്. യൂസറിൽ പ്രവേശിക്കുന്ന സമയത്ത് iExam ഈ ഐക്കൺ കാണുന്നില്ല എങ്കിൽ മനസ്സിലാക്കേണ്ടത് 10ാം ക്ലാസ്സിൻ്റെ ഡിവിഷൻ HM ലോഗിനിൽ അസൈൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ HM ലോഗിനിൽ കയറി എഡിറ്റ് കൃത്യമായിട്ടുള്ള പേരും കൃത്യമായുള്ള ഡിവിഷനും അസൈൻ ചെയ്ത് കൊടുത്താൽ മാത്രമേ iExamൻ്റെ ഐക്കൺ ലഭ്യമാവുകയുള്ളൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ലാസ് ടീച്ചറിൻ്റെ യൂസറിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ ഈ ഒരു യെല്ലോ ബാറിൽ ടീച്ചറിൻ്റെ പേര് കൃത്യമായിട്ട് കാണാം. ഇനി ടീച്ചറിൻ്റെ പേര് വീണ്ടും തിരുത്തേണ്ടതുണ്ട് എങ്കിൽ, എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ട് എങ്കിൽ ഇവിടെ റൈറ്റ് സൈഡിൽ ടീച്ചറിൻ്റെ പേര് കാണാൻ സാധിക്കുന്നതാണ്. ആ പേരിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എഡിറ്റ് ഓപ്ഷനുണ്ട്. എഡിറ്റ് ഓപ്ഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ടീച്ചറിൻ്റെ പേര് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താവുന്നതാണ്. അതുപോലെ തന്നെ പാസ്വേഡ് ചേഞ്ച് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അവിടെ വീണ്ടും പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് രണ്ടും ആവശ്യമായ മാറ്റം വരുത്തണമെങ്കിൽ മാത്രം മാറ്റം വരുത്തിയതിന് ശേഷം നമുക്ക് വീണ്ടും ഡാഷ്ബോർഡിലേക്ക് തിരിച്ചു വരുന്നു. രണ്ടാമതായിട്ട് പരിശോധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സെർച്ച് ഓപ്ഷനിലൂടെ യഥാർത്ഥ കുട്ടികൾ തന്നെയാണോ എന്ന് പരിശോധിക്കുക എന്നുള്ളതാണ്. അതിന് സെർച്ച് ഓപ്ഷനിലേക്ക് വരിക. അവിടെ സ്കൂളിൻ്റെ ഒരു ക്ലാസ്സിൻ്റെ പേര് അവിടെ കാണാം. ഡിവിഷൻ, സ്വന്തം ഡിവിഷൻ തന്നെയാണോ ഇവിടെ വരുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കൃത്യമായിട്ടുള്ള സ്വന്തം ക്ലാസ്സിൻ്റെ ആ ടീച്ചറുടെ ഡിവിഷൻ തന്നെയാണോ എന്ന് വരുന്നതെന്ന് പരിശോധിക്കാതിന് ശേഷം സെർച്ച് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുട്ടികളുടെ പേര് കാണാനായിട്ട് സാധിക്കുന്നതാണ്. സ്വന്തം കുട്ടികളുടെ പേരാണോ എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ കുട്ടികളുടെ പേരാണോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കേണ്ടത്. ഞാനിവിടെ രണ്ട് കാര്യങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ക്ലാസ് ടീച്ചറിൻ്റെ പേരും അതുപോലെ ക്ലാസ്സിലെ കുട്ടികളും കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് ഈ iExam ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്യുന്നത്. ഇവിടെ iExamൻ്റെ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അവിടെ ടീച്ചറിൻ്റെ പേര്, ഡിവിഷൻ ഇതൊക്കെ തന്നെയാണ്, ഉറപ്പാണല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇത് രണ്ടും കൃത്യമാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരെ iExamൻ്റെ ആ ഒരു പേജിലേക്കാണ് വരുന്നത്. ഇവിടെ പേര്, യൂസർ നെയിം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. HM ലോഗിനിൽ സേവ് ആൻഡ് ഇനിഷ്യേഷന് മുമ്പ് തന്നെ അവിടെ കുട്ടികളുടെ എണ്ണം കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ എണ്ണം കൊടുത്തിട്ടുണ്ട് എങ്കിൽ ക്ലാസ് ടീച്ചർ ഇവിടെ കയറി കഴിയുമ്പോൾ കുട്ടികളുടെ എണ്ണം കാണാനായിട്ട് കഴിയും. ഇനി അടുത്ത ഘട്ടം, ഇതിന് കുട്ടികൾ ആഡ് ചെയ്യുന്ന ഘട്ടമെല്ലാം രണ്ടാമത്തെ ഘട്ടത്തിലാണത്. HM ലോഗിലുള്ള ഇനിഷ്യേഷന് ശേഷമാണത് ചെയ്യുക. അത് മറ്റൊരു വീഡിയോയിലൂടെ രണ്ടാമത്തെ ഘട്ടമായിട്ട് പ്രസിദ്ധീകരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുവരെ വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.